കേരളത്തെ സംബന്ധിച്ച് ഒരു അതിവേഗ റെയിൽപാത അനിവാര്യമാണ്. കാരണം നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോൾ പൂർത്തിയാവും നമുക്കിപ്പോൾ അറിയില്ല. അത് പൂർത്തിയായാൽ പോലും അതിന് താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതൽ വാഹന ഗതാഗതം കേരളത്തിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഒന്നിലധികമോ കാറുകളില്ലാത്ത വീടുകളില്ല. മറ്റൊന്ന്, നമ്മുടെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അത് പാസഞ്ചർ ട്രാഫിക് ആണെങ്കിലും ഇനി ഫ്രൈറ്റ് ആണെങ്കിലും ചരക്ക് ഗതാഗതമാണെങ്കിലും. അപ്പോൾ UDF സംബന്ധിച്ച് UDFൻ്റെ പ്രകടന പത്രികയിലും നേരത്തെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തും പറഞ്ഞ ഒരു കാര്യം, ചരക്ക് ഗതാഗതം പൂർണ്ണമായും കോസ്റ്റൽ ഷിപ്പിംഗ് വഴി അല്ലെങ്കിൽ കടലിലൂടെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റോഡിലുള്ള കൺജഷൻ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പുതിയ ആശയമൊന്നുമല്ല. ഒരു 1/4 നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. നമ്മൾ ഈ ഷിപ്പിംഗ് ഉപയോഗപ്പെടുത്തണം, ചരക്ക് ഗതാഗതത്തിന്. പാസഞ്ചർ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം, ചരക്ക് ഗതാഗതത്തിന് അനിവാര്യമായി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം മുമ്പേ ഉണ്ട്. പരിഷത്തൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്ലാൻ അതുണ്ടായിരുന്നു. നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അതേക്കുറിച്ച് പ്രഖ്യാപനമുണ്ട്. യെസ്. അതുപോലെ ഇൻലാൻഡ് നാവിഗേഷൻ. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലൊരു കനാൽ പദ്ധതി ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് സ്ഥലമൊക്കെ ഏറ്റെടുക്കുകയും കാസർഗോഡ് ടു തിരുവനന്തപുരം കനാലുകൾ വഴിയുള്ള ഇൻലാൻഡ് നാവിഗേഷന് വേണ്ടി കനാലുകൾ ബന്ധിപ്പിച്ച് കനാൽ നിർമ്മാണം നടന്നതാണ്. എന്തായാലും ഒരു പിടിയില്ല. ആ കനാലുകൾ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അത് നമുക്കറിയില്ല. അപ്പോൾ ഈ കനോലി കനാലൊക്കെ അതിൻ്റെ ഇതിൽ വരുന്ന ഒന്നാണ്. കനാലി കനാൽ ഇപ്പോഴും ഒരു മാലിന്യവാഹിനിയായിട്ട് തുടരുകയാണ്. കനാൽ. യെസ്. അപ്പോൾ ഈ ഇൻലാൻഡ് നാവിഗേഷൻ തന്നെ VS സർക്കാരിൻ്റെ കാലത്ത്, VS അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് പുഷ് ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു. അന്നൊന്നും നടന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നില്ല. പിണറായി വിജയൻ്റെ 10 വർഷത്തിന് നടന്നിട്ടില്ല. ഇൻലാൻഡ് നാവിഗേഷനിൽ UDF ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പൈസ മുടക്കുമോ അത് നമുക്കറിയില്ല.